യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ ഒരു രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. ഇതാണ് ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം നിക്കോദിമോസ് ഒരു പരീശനാണ്, യഹൂദന്മാരുടെ പ്രമാണിയാണ്. ഒരല്പം കൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഉപദേഷ്ടാവാണ്, ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ യേശുവിനെ കാണുവാൻ വന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ഉയരത്തിൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവാണെന്ന ഒരു തിരിച്ചറിവ് തനിക്കുണ്ടായി. അതുകൊണ്ട് താൻ യേശുവിനെ കാണുവാനെത്തി. എന്നാൽ താൻ എത്തിയ സമയം വളരെ ശ്രദ്ധേയമാണ്. രാത്രിയിൽ താൻ എത്തിയെന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രിയിലെത്തുവാനുള്ള കാരണം, താൻ ഇസ്രായേലിൻ്റെ ഒരു അംഗീകൃത ഉപദേഷ്ടാവാണ്. എന്നാൽ യേശുവിന് അങ്ങനെ വലിയ അംഗീകാരമൊന്നും യഹൂദന്മാർ നൽകിയിട്ടില്ല. അംഗീകരിക്കപ്പെട്ട ഒരു ഉപദേഷ്ടാവ്, വേദാധ്യാപകൻ, അംഗീകരിക്കപ്പെടാത്ത ഒരു ഉപദേശകന്റെ അടുക്കൽ പരസ്യമായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സംഭാഷണങ്ങൾ, ചോദ്യം ചെയ്യപ്പെടുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ബുദ്ധിയോടെ രാത്രിയിൽ ആരും അറിയാതെ, ഒരു സംഭാഷണത്തിന് അവസരം കൊടുക്കാതെ, ഒരു ചോദ്യത്തിന് അവസരം കൊടുക്കാതെ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ നല്ല പരീശനായ ഈ മനുഷ്യനോട് മുഖവരെ ഒന്നും കൂടാതെ കർത്താവ് പറഞ്ഞ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. നിക്കോദിമോസ് ഒരു നല്ല പരീശനായിരുന്നു, ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു. നിക്കോദിമോസ് ഒരു നല്ല പരീശനായിരുന്നെന്ന് പറയുവാൻ കാരണം, ആ കാലത്ത് ആകാത്ത പരീശന്മാർ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലമാകയാൽ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നിക്കോദിമോസ് ഒരു നല്ല പരീശനായിരുന്നു എന്ന്. പരീശൻ എന്നൊരു വാക്ക് കേട്ടാൽ തന്നെ നമുക്കൊക്കെ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ഫീലിംഗാ, അല്ലേ? ഒരു നെഗറ്റീവ് ചിന്താഗതിയാ. കാരണം എന്താ? സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും പരീശനെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു വല്ലായ്മയാ തോന്നുന്നത്. അതിന് കാരണമുണ്ട്. സ്നാപക യോഹന്നാൻ, മാനസാന്തര പ്രസംഗിയായ സ്നാപക യോഹന്നാൻ ജനത്തിന് സ്നാനം കൊടുക്കുമ്പോൾ സ്നാനപ്പെടുവാൻ പരീശന്മാരിൽ ചിലര് ഈ സ്നാപക യോഹന്നാന്റെ അടുക്കൽ വന്നതായിട്ട് നാം മത്തായി സുവിശേഷം 33-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണുന്നു. അപ്പോൾ സ്നാപക യോഹന്നാൻ ഈ പരീശന്മാരെ നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാര്? മാനസാന്തര പ്രസംഗിയായ സ്നാപക യോഹന്നാൻ പോലും കപടഭക്തിക്കാരായ പരീശന്മാരെ വിളിച്ചത്, അഭിസംബോധന ചെയ്തത് സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൽ യേശു ഇതേപോലെ പരീശന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? അതേപോലെ മത്തായി 23:33 കർത്താവ് വീണ്ടും ചോദിക്കുന്നു, പാമ്പുകളെ, സർപ്പസന്തതികളെ, നരകവിധി നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകും? സ്തോത്രം. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ഏതൊരു ക്രിസ്ത്യാനിക്കും പരീശനെന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്താഗതിയെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ പരീശന്മാർ? അത് നാം ഗ്രഹിക്കേണ്ട ഒരു വിഷയമാ, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാ. പരീശന്മാരെന്ന് പറഞ്ഞാൽ വേർപെട്ടവരെന്നർത്ഥം. ആ കാലത്ത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വലിയ കടന്നുകയറ്റം, യഹൂദന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെ ആ കടന്നുകയറ്റം നടത്തി.
അതായത് അവരുടെ ജീവിതത്തെയും ആചാരങ്ങളെയും ഒക്കെ അത് സ്വാധീനിച്ചു. ആ സമയത്ത് ജാതികളോട് ഇടകലരാതെ, ജാതീയ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാതെ, അതിനെതിരെ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ വേർപെട്ടു നിന്ന ഗ്രൂപ്പായിരുന്നു പരീശന്മാർ. അതുകൊണ്ട് ആ കാലത്ത് പരീശൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ വലിയ ബഹുമാനമുണ്ടായിരുന്നവരോട്, ആദരവുണ്ടായിരുന്നു. വിശ്വാസത്തിനു വേണ്ടി, ന്യായപ്രമാണത്തിനു വേണ്ടി, ന്യായപ്രമാണത്തോട് സഹിത്വം പാലിച്ച ഭക്തന്മാരായിരുന്നു പരീശന്മാർ. സ്തോത്രം. അതുകൊണ്ട് തന്നെ പരീശന്മാർ ആ കാലത്ത് വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്നവരായിരുന്നു. സമൂഹത്തിൽ വളരെ സ്ഥാനവും മാനവും പരീശനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനവും മാനവും പ്രതീക്ഷിക്കുന്ന ഒത്തിരി കപടഭക്തിക്കാരായ പരീശന്മാരും ആ കാലത്തുളവായി വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പെന്തക്കോസ്ത് സഭകളുടെ ആരംഭകാലവും എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിന് സമാനമെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് വേർപെട്ടവരെന്നറിയപ്പെട്ട ഗ്രൂപ്പാണ് പെന്തക്കോസ്ത് സമൂഹം. ഭക്തന്മാരെന്നറിയപ്പെട്ട സമൂഹമാണ് പെന്തക്കോസ്ത് സമൂഹം. ചതിയും വഞ്ചനയും ഇല്ലാത്തവരെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തിയ സമൂഹമാണ് ആദ്യകാല പെന്തക്കോസ്ത് സമൂഹം. എന്നാൽ ക്രിസ്തീയ സഭകളിൽ കടന്നുകൂടിയ ആചാരങ്ങളും ജാതീയ ആരാധനകളും വകവെക്കാതെ അതിനെതിരെ പ്രതികരിച്ച് ന്യായപ്രമാണത്തിന് വേണ്ടി, ന്യായപ്രമാണത്തെ, തിരുവചനത്തെ മുറുകെ പിടിച്ച് നിലകൊണ്ട് ജാതികളോട് ഇടയില്ല പിണ കൂടാതെ വേർപെട്ട സമൂഹമായിരുന്നു ആദ്യകാല പെന്തക്കോസ്ത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെട്ട ഒരു സമൂഹമായിരുന്നു ആദ്യകാല പെന്തക്കോസ്ത് സമൂഹം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ ഈ സമൂഹത്തിലും ധാരാളം കപടഭക്തിക്കാരുടെ കടന്നുകയറ്റമുണ്ടായിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഒന്നേ ഉള്ളൂ. ഒറിജിനൽ ഉള്ളിടത്ത് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാകും. യഥാർത്ഥ ഇടയനുള്ളിടത്ത് കള്ള ഇടയന്മാരുണ്ടാകും. യഥാർത്ഥ പ്രവാചകൻ ഉള്ളിടത്ത് കള്ള പ്രവാചകന്മാരും ഉണ്ടാകും. യഥാർത്ഥ ഉപദേഷ്ടാവുള്ളിടത്ത് കള്ള ഉപദേഷ്ടാക്കന്മാരുണ്ടാകും. ഒറിജിനൽ ഉള്ളിടത്ത് ഡ്യൂപ്ലിക്കേറ്റ് സർവ്വസാധാരണമാ. ആ കാലത്ത് പരീശന്മാർ പോലും 7 വിധം പരീശന്മാരുണ്ടായിരുന്നു. 7 വിധം പരീശന്മാരിൽ പ്രധാനപ്പെട്ട 1-2 പരീശന്മാരെ കുറിച്ച് ഞാൻ പറയാം. എല്ലാം വിശദീകരിക്കുവാൻ എൻ്റെ മുമ്പാകെ സമയമില്ല. അന്നറിയപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഷോൾഡർ ഫാരസീസ്, തോൾ പരീശന്മാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യരാ കേട്ടോ, വളരെ സഹായം ചെയ്യുന്ന മനുഷ്യരാ. പക്ഷെ എന്തോ സഹായം ചെയ്താലും ഇതെല്ലാം എഴുതി തോളെ തൂക്കിക്കൊണ്ട് നടക്കും. അതുകൊണ്ടാണ് അവരെ ഷോൾഡർ ഫാരസീസ് അല്ലെങ്കിൽ തോൾ പരീശന്മാരെന്ന് പറയുന്നത്. ഈ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ഇതുപോലുള്ള തോൾ പരീശന്മാരെ ധാരാളം കാണാം. സ്തോത്രം. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ട് അത് ഭവന സഹായമാകാം, വിവാഹ സഹായമാകാം, പഠനോപകരണങ്ങളുടെ സഹായമാകാം. എന്തിനേറെ 1 കിലോ പഴം മേടിച്ചു കൊടുത്താൽ അതും ഫോട്ടോ പിടിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിപ്പിക്കുന്ന തോൾ പരീശന്മാർ നമ്മുടെ ഇടയിലും ധാരാളമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേപോലെ മറ്റൊരു ഗ്രൂപ്പാണ് മുറിവേറ്റ പരീശന്മാർ, വൂണ്ടഡ് ഫാരസീസ്. ഇവരുടെ കാര്യം ഭയങ്കര രസമാണ്. അതായത് ഇവര് സ്ത്രീകളെ നോക്കത്തില്ല. സ്ത്രീകൾ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ ഇവന്മാർ കണ്ണടയ്ക്കും. ഈ കണ്ണടച്ച് അല്ലെങ്കിൽ തലേ കൂടെ തുണിയിട്ട് കാഴ്ച അങ്ങ് മറയ്ക്കും. പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ പോയി എവിടെയെങ്കിലും ഇടിക്കുകയോ കുഴി വീഴുകയോ ചെയ്യും. അങ്ങനെ വീണ് മുഖത്തുണ്ടാകുന്ന മുറിവും കാണിച്ചോണ്ടാ പിന്നിവരുടെ നടപ്പ്. ഈ മുറിവ് കാണുമ്പോൾ ആൾക്കാർ പറയണം, നോക്ക്, സ്ത്രീകളെ പോലും നോക്കാത്ത ഭക്തനാണിവൻ. അങ്ങനെ വ്യാജ പരീശന്മാരുടെ പെരുന്നാളുള്ള ഒരു കാലത്താണ് നിക്കോദിമോസ് എന്ന് പറയുന്ന നല്ല പരീശൻ ജീവിച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ കാലത്ത് 7 തരം പരീശന്മാരുണ്ടായിരുന്നു എന്ന്.
ഈ 7 തരം പരീശന്മാരിൽ 6 കപടഭക്തിക്കാരായ പരീശന്മാരായിരുന്നു. എന്നാൽ യഥാർത്ഥ ദൈവസ്നേഹമുള്ള പരീശന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഗോഡ് ലവിങ് ഫാരസീസിൽപ്പെട്ട ഒരാളായിരുന്നു നിക്കോദിമോസ് എന്ന് പറയുന്ന യേശുവിനെ കാണുവാൻ രാത്രിയിലെത്തിയ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, ക്വാളിറ്റി ഉള്ളവനാണ്. പക്ഷേ അവൻ്റെ മുഖത്ത് നോക്കി കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. ഇത്രയും നല്ല മനുഷ്യനോട് ഈ ചോദ്യം അല്ലെങ്കിൽ ഈ കാര്യം പറയണമെങ്കിൽ, മുഖവുര കൂടാതെ കർത്താവ് ഇത് പറയണമെങ്കിൽ ഈ വിഷയം വളരെ ഗൗരവമുള്ളതായതുകൊണ്ടാ. സ്തോത്രം. നിക്കോദിമോസിനൊരു സംശയം അടുത്ത വാക്യത്തിലുണ്ട്. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്നൊരു ചോദ്യം. അതിന് കർത്താവ് വീണ്ടും പറയുക, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇത് പറഞ്ഞിട്ട് കർത്താവ് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. 3:10 നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇതൊന്നും അറിയത്തില്ലയോ? കർത്താവ് ഇങ്ങനെ ചോദ്യം ചോദിക്കുവാനൊരു കാരണമുണ്ട്. നിക്കോദിമോസ് ഒരു വേദാധ്യാപകനാണ്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്. ഇവൻ പഠിപ്പിക്കുന്ന പ്രവചന പുസ്തകത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിൽ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത് വായിച്ച് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇവനോട് ചോദിക്കുന്നത്, നീ ഇസ്രായേലിന്റെ വേദാധ്യാപകനായിട്ടും ഇതൊന്നും നീ അറിയുന്നില്ലയോ? ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ പ്രമാണിയായാലും, എത്ര വലിയ പരീശനായാലും, എത്ര വലിയ പ്രാസംഗികനായാലും, എത്ര വലിയ വേദാധ്യാപകനായാലും അറിയേണ്ടത് അറിയാതെ, അനുസരിക്കേണ്ടത് അനുസരിക്കാതെ ദൈവരാജ്യ പ്രവേശനം സാധ്യമല്ല എന്ന ഒരു സന്ദേശമാണ് ഇത് നമുക്ക്, ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. ഇന്നും സമൂഹത്തിൽ വീണ്ടും ജനിക്കാത്ത, പുതുതായി ജനിക്കാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അതായത് നന്നായി പാട്ടുപാടുന്നവർ, വാക്യങ്ങളും അധ്യായങ്ങൾ പോലും കാണാതെ പറയുന്നവർ, സൺഡേ സ്കൂൾ അധ്യാപകർ, യുവജന നേതാക്കൾ, പ്രഭാഷകർ, പ്രബോധകർ എന്നിങ്ങനെ തുടങ്ങുന്ന ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന എത്രയോ ആൾക്കാർ വീണ്ടും ജനിക്കാത്തവരുണ്ടെന്നറിയാമോ? ഇത് കേൾക്കുമ്പോൾ ഞെട്ടരുത്, അനുഭവത്തിൽ നിന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിചയത്തിന്റെ പഴക്കം കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. പക്ഷേ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞത് തന്നെയാ ഇന്നു രാത്രിയിലും ഈ സഭയോട്, ഈ ദേശത്തോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. നീ ഏത് ആത്മീയ ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നു എന്നതല്ല വിഷയം, നീ വീണ്ടും ജനിച്ചതാണോ? ഇന്ന് വീണ്ടും ജനിക്കാത്തവരുടെ വലിയ വർധനവ് നമ്മുടെ സമൂഹത്തിലുണ്ടായി. എന്താ ഇതിന് കാരണം? ഞാൻ മനസ്സിലാക്കിയൊരു കാരണം പറയാം. പഴയകാല നമ്മുടെ പൊതുയോഗങ്ങളില്, കൺവെൻഷനുകളില് സ്ഥിരമായി കേൾക്കുന്ന ചില പ്രസംഗ വിഷയങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു മാനസാന്തരം, മറ്റൊന്ന് വീണ്ടും ജനനം, മറ്റൊന്ന് സ്നാനം, മറ്റൊന്ന് നിത്യത, മറ്റൊന്ന് കർത്താവിന്റെ മടങ്ങിവരവ്, പ്രത്യാശ. എന്നാൽ കാലത്തിന്റെ കടന്നുപോക്കിൽ ജനത്തിന് ആവർത്തന വിരസതയുണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഈ പ്രസംഗ വിഷയങ്ങൾക്കും പ്രസംഗ ശൈലിക്കുമൊക്കെ ഒരല്പം മാറ്റം വരുത്തി. അതിന്റെ പരിണിത ഫലം എന്താ? മാനസാന്തരപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത, നിത്യതയെക്കുറിച്ചൊരു വെളിവ് പോലുമില്ലാത്ത, കർത്താവിന്റെ മടങ്ങി വരവിൽ പ്രത്യാശയില്ലാത്ത ഒരു തലമുറയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാത്രി സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഇവിടെ പറയുന്ന വെള്ളത്തെക്കുറിച്ച്
വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ചാൽ ഇത് വെള്ളമെന്ന് പറയുന്നത് വചനത്തിനൊരു ആലങ്കാരിക പദമായി നമുക്ക് മനസ്സിലാക്കാം. അതിന് തെളിവ് 1 പത്രോസ് 1:23, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, യോഹന്നാൻ 1:13, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അങ്ങനെയെങ്കിൽ വചനത്താലും ആത്മാവിനാലുമാണ് നാം വീണ്ടും ജനിക്കുന്നത്. വചനത്തിൻ്റെ കേൾവിയും ആത്മാവിൻ്റെ ഇടപെടലും യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിലൂടെ ദൈവം മക്കളാകുവാനും നമുക്കിടയായി തീരുന്നു. നിക്കോദിമോസ് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അതിന് മറുപടി കർത്താവ് പറയുന്നു. 3-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിൽ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യമനുസരിച്ച്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നു. ആദി മനുഷ്യനായ ആദാം, സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് സ്വരൂപവും സാദൃശ്യവും തേജസ്സും നഷ്ടപ്പെട്ടവനായി പാപിയായി തീർന്നപ്പോൾ അവൻ്റെ സന്തതിയായി പിറന്ന സകലരും പാപികളായി. എന്നാൽ ഈ പാപത്തിൽ നിന്ന് ഒരു മോചനമുണ്ടാകുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. സർപ്പദംശനമേറ്റ ജനത്തിന് വിടുതൽ പ്രാപിക്കുവാൻ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തെ നോക്കിയതുപോലെ പാപത്തിന്റെ ദംശനമേറ്റ മാനവജാതിക്കു രക്ഷപ്പെടുവാൻ കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നോക്കിയാൽ എങ്ങനെയാ വീണ്ടും ജനനം സംഭവിക്കുന്നത്? വേഗം പറയാം. ഒന്ന്, താനൊരു പാപിയാണെന്ന് തിരിച്ചറിയണം. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് മനസ്സിലാക്കണം. അതിന്റെ പ്രായശ്ചിത്തമാണ് കാൽവറിയിൽ സംഭവിച്ചതെന്ന് തിരിച്ചറിയണം. ആ പ്രായശ്ചിത്തത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്ന തിരുവചന സത്യം വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റു പറയുമ്പോഴാണ് നാം ദൈവമക്കളാകുന്നത്, വീണ്ടും ജനിക്കുന്നത്. യേശു കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെട്ടത് വെറുതെയല്ല കേട്ടോ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ടത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റിയാട്ട്. കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മൾ ആരാകുന്നു? ദൈവമക്കളാകുന്നു. അങ്ങനെയെങ്കിൽ ആ കാൽവരി ക്രൂശിലേക്കൊന്ന് നോക്കാം. 2 കള്ളന്മാരുടെ നടുവിൽ കണ്ടാൽ ആളെന്ന് പറയാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു മാംസകഷണം പോലെ ആ തൂങ്ങി നിൽക്കുന്ന അരുമനാഥനെ ഒന്ന് കണ്ടേ. അവനിൽ വിശ്വസിച്ചാൽ എന്ത് ലഭിക്കുമെന്നറിയാമോ? വിശ്വാസത്തോടെ നോക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് അവൻ വിടുതൽ അനുഭവിക്കും. അവൻ ദൈവ പൈതലാകും, ദൈവരാജ്യത്തിലാകും. സ്തോത്രം. ഒരു ദൈവ പൈതൽ ദൈവരാജ്യത്തിലാകണമെങ്കിൽ അവന്റെ ആത്മാവിനാൽ അവിടുത്തെ വചനത്താലുമുള്ള വീണ്ടും ജനനം സംഭവിക്കണം. സ്തോത്രം. അങ്ങനെ ഒരു ദൈവ പൈതലായി തീർന്നാൽ ഓർക്കുക, ആ ദൈവ പൈതലിൽ വ്യാപരിക്കുന്ന ജീവൻ ദൈവത്തിന്റെ ജീവനാണ്. ശ്രദ്ധിക്കുക, വീണ്ടും ജനിച്ച ദൈവ പൈതലിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാ. അല്പം കൂടെ വിശദമായി ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്തു ശിഷ്യനായി യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ താൻ ആരംഭിക്കുന്നത് തന്നെ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട. അതെങ്ങനെയാണ്?
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ താൻ പറയുന്നത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നതായിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുകയാണ് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന യോഹന്നാന് ജീവനില്ലായിരുന്നോ? യോഹന്നാന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് ജീവനില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ ആരിലും കാണാത്ത ഒരു ജീവൻ യോഹന്നാൻ യേശുവിൽ കണ്ടു. ആ ജീവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ കണ്ട വെളിച്ചമായ ക്രിസ്തു തന്നെ കുറിച്ച് താൻ തന്നെ പറയുന്ന ഒരു സാക്ഷ്യം യോഹന്നാൻ 8:12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യേശു പറയുകയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. സ്തോത്രം. യേശുവിനെ അനുഗമിച്ച് ജീവന്റെ വെളിച്ചമായി മാറിയവരെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? അവർ ലോകത്തിന്റെ വെളിച്ചമാകണം. അതുകൊണ്ടാണ് മത്തായി 5:14 കർത്താവ് പറഞ്ഞത്, തന്നെ വിശ്വസിച്ച, തന്നെ അനുഗമിച്ച് അനുധാവനം ചെയ്ത ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറും. ജീവന്റെ വെളിച്ചമുള്ളവനായി ആയവൻ ആരായി മാറണം? ലോകത്തിന്റെ വെളിച്ചമായി മാറണമെന്ന് അരുമനാഥൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തോട് കൂടെ നടക്കുന്നവനെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നവനെങ്കിൽ, നിന്നിൽ വ്യാപരിക്കുന്നത് ജീവന്റെ വെളിച്ചമാകണമെങ്കിൽ നീ ആരായി മാറണം? ലോകത്തിന്റെ വെളിച്ചമായി മാറണം. അത് അരുമനാഥന്റെ ആഗ്രഹമാ, അരുമനാഥന്റെ പ്രഖ്യാപനമാ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നാം എങ്ങനെയാ ലോകത്തിന്റെ വെളിച്ചമാകുന്നത്? നമുക്കറിയാം, ചന്ദ്രൻ രാത്രിയിൽ പ്രകാശം തരുന്നൊരു ഗോളമാ. എന്നാൽ സ്കൂളിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം ചന്ദ്രൻ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള ഒരു ഗോളമല്ലെന്ന്. പിന്നെ എങ്ങനെയാ ചന്ദ്രൻ രാത്രിയിൽ വെളിച്ചം നൽകുന്നത്? സ്വയം പ്രകാശിക്കുവാൻ കഴിവുള്ള സൂര്യൻ അഭിമുഖമായി ചന്ദ്രൻ നിൽക്കുമ്പോൾ സൂര്യനിൽ നിന്നുണ്ടാകുന്ന പ്രകാശരശ്മികൾ ചന്ദ്രനിൽ പ്രതിഫലിച്ചിട്ടാണ് ഭൂമിയിലായിരിക്കുന്ന നാം രാത്രിയിൽ വെളിച്ചം കാണുന്നതും നിലാവട്ടത്ത് നടക്കുന്നതും. അങ്ങനെയെങ്കിൽ നമ്മുടെ നീതി സൂര്യനായ കർത്താവിന് അഭിമുഖമായി ഞാനും നീയും നിൽക്കുമ്പോൾ, അവനെ അനുഗമിക്കുമ്പോൾ, അവനെ അനുധാവനം ചെയ്യുമ്പോൾ, അവനിൽ നിന്ന് വെളിപ്പെടുന്ന ജീവന്റെ വെളിച്ചം എന്നിലും നിന്നിലും കൂടെ വ്യാപരിച്ച് പ്രതിഫലിച്ച് ലോകത്തിന് വെളിച്ചമായി മാറുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്ന ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിന് വെളിച്ചമാകണമെന്നുള്ള നിലയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നു രാത്രി എത്ര പേർക്ക് ലോകത്തിന് വെളിച്ചമാകുവാൻ ഞാനിതാ എന്നെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ കഴിയും? സ്തോത്രം. ഇന്നു രാത്രി ഇതുവരെയും എനിക്ക് ജീവന്റെ വെളിച്ചം ഒന്ന് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പെന്തക്കോസ്ത് കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചു വളർന്നവരായിരിക്കാം. സ്തോത്രം. വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടതാണെന്ന് പറയുന്നവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് പറയുന്നവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കട്ടെ, പെന്തക്കോസ്തുകാരന്റെ വീട്ടിൽ ജനിക്കുന്നതാണോ വീണ്ടും ജനനം, അതോ വചനത്താലും ആത്മാവിനാലും ജീവന്റെ വെളിച്ചം പ്രാപിച്ച് ദൈവ പൈതലാകുന്നതാണോ? അങ്ങനെയെങ്കിൽ ജീവന്റെ വെളിച്ചത്തെ പ്രാപിച്ച് ഒരു ദൈവ പൈതലാകുവാൻ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന ആരെങ്കിലും ഇന്നലെ കേൾക്കുന്നെങ്കിൽ, ആത്മീയ വിഷയങ്ങളിലെ പഴക്കവും തഴക്കവും കൊണ്ട് പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ
കർത്താവുമായി ഒരു വ്യക്തിബന്ധം ഇതുവരെയും എനിക്കുണ്ടായിട്ടില്ല, ആ ജീവൻ എന്നിൽ അങ്കുരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുന്നവർ ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, എനിക്ക് പുതുതായി ജനിക്കണം, എനിക്ക് വീണ്ടും ജനിക്കണം, ആ ജീവന്റെ വെളിച്ചത്തിന്റെ വാഹകയായി മാറണമെന്ന് ഹൃദയം നൊന്ത് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, കർത്താവേ, ഞാൻ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നു, ഞാനൊരു പാപിയാണെന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ പാപത്തിൻ്റെ ശമ്പളമാണ് അങ്ങ് കാൽവരി ക്രൂശിൽ വഹിച്ച് ആളറിയാതെ വിരൂപനായി കിടന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങെന്നോട് ക്ഷമിക്കണമേ, അങ്ങ് ജീവന്റെ വെളിച്ചമായി എന്നിലേക്ക് ഇറങ്ങി വരണമേ, ലോകത്തിന്റെ വെളിച്ചമായി എന്നെ ഉപയോഗിക്കണമേ എന്ന് ഇന്നു രാത്രി ആര് മനം നൊന്ത് പ്രാർത്ഥിക്കുമോ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന രാത്രിയ, സ്വർഗം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്ന രാത്രിയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കാലാകാലങ്ങളിൽ വീണ്ടും ജനിച്ച് ദൈവകൃപയിലായിരിക്കുന്നവരും ഇതിനകത്ത് ധാരാളമുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ വീണ്ടും ജനിച്ച സകലരോടുമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. യോഹന്നാൻ 20:31 യോഹന്നാൻ പറയുന്നുണ്ട് താൻ എന്തിനാ സുവിശേഷം എഴുതിയെന്ന്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതേപോലെ തന്നെ താൻ ലേഖനം എന്തിനാ എഴുതിയെന്ന് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 5:13 ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ഞാൻ സുവിശേഷം എഴുതി, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുവാൻ ലേഖനം എഴുതി. അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചില പിള്ളേർ ഉഴപ്പി നടക്കുമ്പോൾ അപ്പനും അമ്മയും പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞെ നീ 10ലാണെന്നുള്ള ഓർമ്മ വേണം. അവനറിയത്തില്ലയോ 10ലാണെന്ന്? ഇടയ്ക്കിടയ്ക്ക് പറയും 10ാം ക്ലാസ്സിലാണെന്നുള്ള ഓർമ്മ വേണമെന്ന്. അവനറിയാം അവൻ രാവിലെ പൊതിയും കെട്ടി പോകുന്നത് 10ാം ക്ലാസ്സിലോട്ട് തന്നെയാണ്, അവൻ്റെ സ്കൂളിൽ അവൻ്റെ ഇരിപ്പിടം 10ാം ക്ലാസ്സിൽ തന്നെയാണ്. എങ്കിലും അപ്പനും അമ്മയെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നതിൻ്റെ കാരണം 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഒരു നിർണായക വർഷമാകിയാൽ അവൻ ഉഴപ്പിപ്പോയി പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. എന്നതുപോലെ വീണ്ടും ജനിച്ച സകലമാന പേരോടും പറയട്ടോ, ഹല്ലേലൂയ. യോഹന്നാൻ നിത്യജീവൻ ഉണ്ടാകുവാൻ സുവിശേഷം എഴുതിയെങ്കിൽ അതുള്ളവരെ നിങ്ങൾ നിത്യജീവൻ ഓഹരിക്കാരാണെന്ന് ഓർമ്മപ്പെടുത്തുവാൻ ലേഖനം എഴുതിയതുപോലെ ഇന്ന് രാത്രിയും പന്തളം സെന്ററിൽ കൂടിയിരിക്കുന്നവരോട് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, വീണ്ടും ജനിച്ച ഇന്നാകട്ടെ കഴിഞ്ഞ നാളുകളിലാകട്ടെ കാലാകാലങ്ങളിലായി വീണ്ടും ജനിച്ചു ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോട് മൊത്തമായി പറയട്ടെ, നാം നിത്യജീവൻ ഉള്ളവരെന്ന് മറന്നു പോകരുത്. ഈ ജീവൻ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അത് ഇരുളിൽ പ്രകാശിക്കുന്നതായിരുന്നു, ഇരുളിനതിനെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. ഏത്? യേശുവിൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, യോഹന്നാൻ യേശുവിൽ ഒരു ജീവന്റെ വെളിച്ചം കണ്ടു എങ്കിൽ അതേ ജീവന്റെ വെളിച്ചമാണ് നമ്മിലും പകർന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അങ്ങനെയെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്നത് ഏത് വെളിച്ചമാ? ജീവന്റെ വെളിച്ചമാ. ആ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? അത് ഇരുളിൽ പ്രകാശിക്കുന്നതാ, അത് മനുഷ്യരുടെ വെളിച്ചമാ. മനുഷ്യരുടെ വെളിച്ചമാണെങ്കിൽ മത്തായി സുവിശേഷകൻ പറയുന്നത്, യേശു ഗലീലയിലേക്ക് ചെന്നപ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശു ഗലീലയിലേക്ക് ചെന്നപ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അങ്ങനെയെങ്കിൽ ആ ജീവന്റെ വെളിച്ചം വഹിക്കുന്ന ഞാനും നീയും കടന്നു ചെല്ലുന്നിടത്ത് എന്തു സംഭവിക്കണം? വെളിച്ചം വീശണം, അന്ധകാരം മാറണം. ഹല്ലേലൂയ.
ജീവന്റെ വെളിച്ചങ്ങളായ നാം ഒരു വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അന്ധകാരത്തിലായിരിക്കുന്നവൻ അവൻ വെളിച്ചം കാണണം. ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ വെളിച്ചം കാണണം. ഒരു ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേശം വെളിച്ചം കാണണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും ഒന്ന് കണ്ണുകളെ അടയ്ക്കാം, ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കാം. ഇതുവരെയും വീണ്ടും ജനനത്തിന്റെ അനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്നെ കേൾക്കുന്നു എങ്കിൽ ദൈവവുമായിട്ട് അവർക്ക് ഒരു വ്യക്തിബന്ധം ഉണ്ടാകുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുവെങ്കിൽ, സഹോദര സഹോദരി, നിന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയോ. ആരും നിന്നെ ഇന്ന് രാത്രി മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ കീഴിലാണ് ഞാനും നീയുമായിരിക്കുന്നത്. അതേപോലെ തന്നെ ജീവന്റെ വെളിച്ചത്തെ വഹിക്കുന്ന നാം ലോകത്തിൻ്റെ വെളിച്ചമായി മാറുവാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അരുളി ചെയ്ത കർത്താവ്, അതേ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരോട് പറയട്ടെ, എനിക്ക് ലോകത്തിൻ്റെ വെളിച്ചമാകണം. എന്നിൽ വ്യാപരിക്കുന്ന ജീവന്റെ വെളിച്ചം മറ്റുള്ളവർ കാണണം. എൻ്റെ യേശുവിനെ എന്നിലൂടെ മറ്റുള്ളവർ അറിയണം. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ അവിടുത്തെ മഹാനിയോഗം പൂർത്തീകരിക്കുവാൻ, ആ മഹാനിയോഗത്തിന്റെ വക്താവായി എന്നിൽ പകർന്നിരിക്കുന്ന ജീവന്റെ വെളിച്ചത്താൽ ലോകത്തെ എനിക്ക് പ്രകാശിപ്പിക്കണമെന്ന് തീരുമാനമെടുക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ തീരുമാനത്തെ സ്വർഗം കാണുന്നു. ആ തീരുമാനത്തെ സ്വർഗം കാണുന്നു. വെളിച്ചങ്ങൾ വീശുമ്പോൾ അന്ധകാരം മാറും, ഇരുളുകൾ മാറും. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. യേശു ഗലീലയിലേക്ക് ചെന്നപ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചമായ നാം ഇരുളടഞ്ഞ ചില വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും വലിയ വെളിച്ചങ്ങൾ ഉണ്ടാകും. വിശ്വസിക്കുന്നവർ ചേർന്ന് പാടിയാട്ട്, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ.